നമസ്കാരം. ഇന്നത്തെ 2026 മെയ് 14 ഏറ്റവും പുതിയ വിപണി നിരക്കുകളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർണം, വെള്ളി, ഇന്ധനം തുടങ്ങി സാധാരണക്കാരെ ബാധിക്കുന്ന പ്രധാന വിലവിവരങ്ങളാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള വിപണി വാർത്തകൾ ദിവസവും തത്സമയമറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇറക്കുമതി തീരുവ 15% ഉയർത്തിയതോടെ സ്വർണ്ണവിലയിൽ ഗ്രാമിന് വലിയ മാറ്റമുണ്ടായി. നിലവിൽ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 1405 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതോടെ പവൻ വില റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്നിരിക്കുകയാണ്. വെള്ളിവിലയിലും സമാനമായ കുതിപ്പ് ദൃശ്യമാണ്. കിലോയ്ക്ക് 17,000 രൂപയിലധികം വർദ്ധിച്ച് ഗ്രാമിന് 310 രൂപ എന്ന നിലവാരത്തിലാണ് വെള്ളിവില തുടരുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാണ്യവിളകളുടെ കാര്യമെടുത്താൽ വെളിച്ചെണ്ണ വിപണിയിൽ ഇന്ന് നേരിയ മാറ്റങ്ങളുണ്ട്. കേരളത്തിൽ വെളിച്ചെണ്ണയുടെ ശരാശരി നിരക്ക് ക്വിന്റലിന് 31,340 രൂപയാണ്. കണ്ണൂർ ഉൾപ്പെടെയുള്ള ചില വിപണികളിൽ കിലോയ്ക്ക് 293 രൂപ മുതൽ 330 രൂപ വരെ നിരക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. കുരുമുളക് വിപണിയിൽ ബ്ലാക്ക് പെപ്പറിന് ക്വിന്റലിന് ശരാശരി 69,380 രൂപയാണ് നിരക്ക്. ഇതിൽ ഗാർബിൾഡ് കുരുമുളകിന് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ കിലോയ്ക്ക് 800 രൂപ മുതൽ 850 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. വിപണിയിലെ ഇത്തരം ഓരോ ചലനവും കൃത്യമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റബ്ബർ വിപണിയിൽ വിലയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്വിന്റലിന് ഏകദേശം 20,000 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം. അടയ്ക്ക, അരേക്കാനട്ട് വിപണിയിൽ ശരാശരി കിലോയ്ക്ക് 455 രൂപ എന്ന നിരക്കിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ധനവില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് 922 രൂപയായി തുടരുന്നു. എന്നാൽ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ വിലയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ പ്രധാന വിപണി വിശേഷങ്ങൾ ഇവയൊക്കെയാണ്. ഓരോ ദിവസത്തെയും കൃത്യമായ വാർത്തകൾക്കായി ഈ ചാനൽ പിന്തുടരുക. വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. പുതിയ അപ്ഡേറ്റുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.